നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ ചോദ്യം ചെയ്ത് സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിലും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എംപിമാർക്ക് നേരെ ഉണ്ടായ കയ്യേറ്റത്തിലും പ്രതിഷേധിച്ച് KSU സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ദ് നടത്തി. സംസ്ഥാനത്തെ വിവിധ കോളേജ് ക്യാമ്പസുകളിൽ പ്രവർത്തകർ ക്ലാസുകൾ ബഹിഷ്കരിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ബന്ദ് സംഘടിപ്പിച്ചതെന്ന് KSU നേതാക്കൾ അറിയിച്ചു. 2026 നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ക്രമക്കേടും കാര്യങ്ങളും ചോദിച്ച അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായി. നമ്മുടെ രാജ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വേണ്ടത്. ഈ സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻസിന് യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല, ക്രെഡിബിലിറ്റി ഇല്ല, ട്രാൻസ്ഫറബിലിറ്റി ഒന്നുമില്ല. ആർക്കാനും വേണ്ടി എന്തോ ചെയ്യുന്ന പോലെ നമുക്കത് പറ്റില്ല. നമ്മുടെ രാജ്യത്തിന് ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. പിള്ളേരെല്ലാം നല്ല രീതിയിൽ പോയി പരീക്ഷ എഴുതി അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഏകദേശം 20ഓളം വിദ്യാർത്ഥികളാണ് ഇതിനിടെ ആത്മഹത്യയ്ക്ക് വിധേയമായിട്ടുള്ളത്. മാത്രമല്ല ഈ സ്ട്രൈക്കിന് വേണ്ടി ഇറങ്ങിയ 10-30ഓളം ആൾക്കാർ ആശുപത്രികളിലായിട്ട് അവിടെ തല്ലി ചതച്ച് വേറും പട്ടിയെ പോലെ തല്ലി ചതച്ചിട്ടാണ് നമ്മുടെ കേന്ദ്രത്തിനും എല്ലാം തന്നെ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ വലിച്ചെടുപ്പിച്ചതിലും ആ പ്രതിഷേധത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു വന്ന ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാധനായ ശ്രീ രാഹുൽ ഗാന്ധി MP അടക്കം മറ്റ് എംപിമാരെ അടക്കം മോദി സർക്കാരിൻ്റെ പോലീസ് വളരെ ക്രൂരമായി അവരെ മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാ ക്യാമ്പസുകളിലും KSU വിദ്യാർത്ഥി ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലായിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബന്ദിന് വിദ്യാർത്ഥികളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതായും വിദ്യാഭ്യാസ ബന്ദ് പൂർണ്ണ വിജയമായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് സോണ മേരി ബിജു, ജനറൽ സെക്രട്ടറി ജോസ് ജോസഫ്, ബ്ലോക്ക് പ്രസിഡന്റ് നിബിൻ ഡി ജോസ്, KSU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോമിറ്റ് ജോൺ, കൃഷ്ണജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ സാബു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബാരിഖ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.